മോർണിംഗ് ഷോ തുടരുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ ഇന്ന് അങ്കമാലി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയും. ദിലീപുമായി ബന്ധമുള്ള കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നും സൂചന. GSTയുടെ പേരിൽ കേരള ലോട്ടറി വിൽപ്പന കമ്മീഷൻ വെട്ടിക്കുറച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തം. കമ്മീഷൻ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യം. GSTയുടെ മുഴുവൻ ബാധ്യതയും സർക്കാർ ഏറ്റെടുക്കണമെന്ന് സംഘടനാ നേതാക്കൾ. സ്വകാര്യത മൗലിക അവകാശമാണോ എന്ന വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ വാദം നടക്കും. സുപ്രീം കോടതിയുടെ മുൻവിധികളിൽ സ്വകാര്യത മൗലിക അവകാശമല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന വാദം കേന്ദ്രം ഉന്നയിക്കും. CPIM കേന്ദ്ര കമ്മിറ്റി ഇന്ന് സമാപിക്കും. അടുത്ത വർഷം നടക്കുന്ന 22ാമത് പാർട്ടി കോൺഗ്രസിന്റെ വേദി ഇന്ന് തീരുമാനിക്കും. ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനത്തിന് ഇന്ന് തുടക്കം. രവിശാസ്ത്രി പരിശീലനായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇറങ്ങുന്നത് കരുതലോടെ. നവാഗതനായ സഹീദ് അറാഫത്ത് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് തീരം. തിയേറ്ററുകളിൽ നിറഞ്ഞ കയ്യടിയോടെയാണ് തീരം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ നഗരത്തിന്റെ രാത്രി ജീവിതം ആണ് ഈ ചിത്രം പറയുന്നത്. പ്രമുഖ നടൻ ടിനി ടോം ഒരു പ്രധാന വേഷത്തിൽ ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട്. ഒരു പോലീസുകാരന്റെ വേഷത്തിലാണ് ടിനി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. സിനിമയ്ക്കൊപ്പം തന്റെ കഥാപാത്രവും കൂടി പ്രേക്ഷകപ്രീതി നേടിയ സന്തോഷത്തിലാണ് ടിനി ടോം. ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമുക്കൊപ്പം മോർണിംഗ് റിപ്പോർട്ടറിൽ ടിനി ടോം ചേരുന്നു. നിനക്കൊരു വില്ലൻ ലുക്കൊക്കെ ഉണ്ട്. ഞാനൊന്ന് മാറ്റി വരച്ചു നോക്കട്ടെ. നിന്റെ തലവര ചിലപ്പോ ശരിയായല്ലോ. അയാളോട് പോയി പണി നോക്കാൻ പറയടാ. ഞങ്ങളില്ലേ നിനക്ക്. അതിഥിയായി ടിനി ടോം എത്തുന്നു. ടിനി, മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. ചിത്രത്തിൻ്റെ കടക്കുന്നതിന് മുൻപായിട്ട് താങ്കളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുണ്ട്. താങ്കൾ സ്റ്റേജിൽ നിന്ന് വന്ന ആളാണ്. ഞാൻ വിചാരിച്ചു കേസുമായി ബന്ധപ്പെട്ട തമാശല്ല ചോദിക്കുന്നത്. കേസല്ല. താങ്കളുടെ ഒരു തട്ടകം എന്ന് പറയുന്നത് സ്റ്റേജാണ്, മിമിക്രിയാണ്. കുറേ നാളായിട്ട് സ്റ്റേജിൽ കാണുന്നില്ല. സ്റ്റേജ് ഉപേക്ഷിച്ചിട്ട് കൂടുതൽ സമയം സിനിമയിലേക്ക് തന്നെ കേന്ദ്രീകരിച്ചിരിക്കുകയാണോ എന്നൊരു സംശയം സ്വാഭാവികമായി ഉണ്ടാകുന്നുണ്ട്. ആ ചോദ്യം തെറ്റാണ്. ഞാനിപ്പോഴും അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും പോകുന്നുണ്ട്. ആ സ്റ്റേജ് ഷോസ് നടക്കുന്ന പ്രധാന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഒരു മെട്രോ സ്ഥലത്തല്ല, ഉൾഗ്രാമങ്ങളിലായിരിക്കും. അത് ഞാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്. അതൊരിക്കലും ഞാൻ ഉപേക്ഷിക്കുകയില്ല. അത്യാവശ്യം ചിലപ്പോൾ സിനിമയിൽ നിന്നും TV നിന്ന് എനിക്ക് ജീവിക്കാനുള്ള കിട്ടുമായിരിക്കുമെങ്കിലും സ്റ്റേജ് എന്ന് പറഞ്ഞത് സാധാരണ ആൾക്കാർക്ക് പറ്റുന്നൊരു കാര്യമല്ല. ടിനി ടോം ആക്കിയത് ഒരുപക്ഷെ ഇത്തരം ഉത്സവ പറമ്പുകളും ഇത്തരം വേദികളുമാണ്, മിമിക്രി വേദികളുമാണ്. അത് ഉപേക്ഷിച്ചിട്ടില്ല. അതൊരിക്കലും ഉപേക്ഷിക്കില്ല. അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. ജനങ്ങളുടെ യഥാർത്ഥ പൾസ് മനസ്സിലാവുന്ന അത് അവിടെ വെച്ചാണ് കുറേ കഥാപാത്രങ്ങളെ കണ്ടുകിട്ടുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം കിട്ടുന്നത്. ഓക്കെ, ടിനി, ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യമായി നായക വേഷത്തിലെത്തുന്ന ഒരു ചിത്രമായിരുന്നു ഡെഫ്ഹദാർ. അതിന്റെ അതിനു മുമ്പ് ഞാൻ ഹൗസ്ഫുൾ എന്ന് അഭിനയിച്ചെങ്കിൽ പോലും പ്രധാന ഒരു കഥാപാത്രത്തിൽ എത്തുകയും ഒരു പരിധിവരെ പ്രേക്ഷകർ സ്വീകരിക്കുകയും ചെയ്തൊരു സിനിമയാണ് ഡെഫ്ഹദാർ. പരിധിയുണ്ട്, അതാണ് പ്രശ്നം. പരിധിവരെ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ എന്നുള്ള പ്രശ്നമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒരുപക്ഷെ നിർമ്മാതാവിൻ്റെ ഒക്കെ പ്രശ്നമായിരിക്കും. ഒരു താങ്കളെപ്പോലുള്ള ഒരു ആളെ വെച്ചിട്ടുള്ള ഈ ഒരു ഇൻഡസ്ട്രിയിൽ വലിയൊരു ക്യാൻവാസിൽ ചിത്രമെടുക്കാനൊക്കെയുള്ള ഒരുപാട് പരിമിതി ഉണ്ടാവാം. അതുകൊണ്ടാണ് ആ പരിമിതി എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അതിനുശേഷം വീണ്ടും താങ്കൾ മലയാള സിനിമയിൽ കൂടുതൽ സജീവമായിരുന്നൊരു ഘട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ തീരം ഒരു ആഴ്ച മുമ്പ് റിലീസായത്. എങ്ങനെയാണ് പ്രേക്ഷകരുടെ പ്രതികരണം? സത്യം പറഞ്ഞാൽ വളരെ മോശമാണെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അത് സാധിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം തീർന്നെന്ന് വിചാരിക്കുന്ന കുറച്ച് പേരുണ്ട്. അത് അവരുടെ കുറ്റമാണോ കുറ്റം ആരുടേതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ശരിക്കും ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കണം. ഈ പലരും ഇപ്പോൾ അങ്കമാലി ഡയറീസിനൊക്കെ നല്ലൊരു സ്ട്രാറ്റജി, ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. അതുണ്ടായിരുന്നു. പുതുമുഖങ്ങൾ വെക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തൊരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നത്, ഇതിൻ്റെ അകത്ത് പുതുമുഖങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചൊരു പബ്ലിസിറ്റി വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസർ യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒത്തിരി, പക്ഷെ കാണുന്നവർ ഇപ്പോൾ 10 പേരാണെങ്കിലും അതിന് നല്ല അഭിപ്രായം പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ്.
ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ 2 ഷോ ഉണ്ടായിരുന്നുള്ളൂ ആലപ്പുഴയിൽ, അതിപ്പോൾ 4 ഷോ ആയി മാറി. ചിലപ്പോൾ ICUലാണ് കിടക്കുന്നത് കുഞ്ഞ്, ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. ഒരു പക്ഷേ ആദ്യമായിട്ട് ഇങ്ങനെ പറയുന്നത് വളരെ സത്യസന്ധമായിട്ടൊരു അല്ല, ഒരു കാര്യമല്ല. അത് പറയാതിരുന്നിട്ട് സാധാരണ നമ്മള് വന്നിട്ട് ഭയങ്കര hype-ആണെന്ന് വളരെ പറഞ്ഞിട്ടുണ്ട്. മോശം സിനിമയെ പോലും ഈ സിനിമ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വളരെ വലുതായി ചിത്രീകരിക്കുന്ന അങ്ങനെ ആൾക്കാർ, പറഞ്ഞിട്ട് അണിയറ പ്രവർത്തകരൊക്കെ ഉണ്ട്. ഇത് വലിയ മഹത്തായ സിനിമയാണെന്നൊക്കെ. പക്ഷേ ടിനി ടോം ഇക്കാര്യത്തിൽ വളരെ സത്യസന്ധമായി പറഞ്ഞിട്ടാണ്, ഒരു ചെറിയ സിനിമ, അതിൻ്റെ വിജയം വളരെ പതുക്കെ വരുന്നു, വളരെ പതുക്കെ പ്രേക്ഷകരെടുക്കുന്നു. അതൊരു പക്ഷേ ഒരു സത്യസന്ധമായ നിലപാട് തന്നെയാണ്. പടത്തിന് മുൻപ് പാട്ടുകൾ ഭയങ്കര ലൈക്സ്, അപ്പം ഒറ്റ ദിവസം കൊണ്ടൊക്കെ 25,000-25 ലക്ഷമൊക്കെ ലൈക്സ് വന്ന പാട്ടുകളാണ് അഫ്സൽ യൂസഫിൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കരമായിട്ട് തിയേറ്ററിൽ ഗുണം ചെയ്യുന്നു. പക്ഷേ തിയേറ്ററിൽ എത്തിക്കണമെങ്കിൽ, ജനങ്ങളെ എത്തിക്കണമെങ്കിൽ കുറേ സ്ട്രാറ്റജി ഉണ്ട്. അതിൻ്റെ രീതിയിൽ പോയെങ്കിൽ മാത്രമേ എത്താൻ സാധിക്കൂ. യഥാർത്ഥത്തിൽ അത്തരൊരു സ്ട്രാറ്റജി ആണോ ടിനി ടോം ഈ മലയാള സിനിമയെ നയിക്കുന്നത്? കാരണം ഒരു മാർക്കറ്റിംഗ് കൊണ്ട് മാത്രം ഒരു സിനിമ വിജയിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ ഉദാഹരിച്ച അങ്കമാലി ഡയറീസ് തന്നെ, മുഴുവൻ പേരും ഏതാണ്ട് 86ഓളം കഥാപാത്രങ്ങൾ മുൻപരിചയമില്ലാത്ത, മലയാള പ്രേക്ഷകർക്ക് യാതൊരു പരിചയമില്ലാത്ത ആൾക്കാരാണ് അതിൽ വന്നത്. മുഴുവൻ പേരും പുതുമുഖങ്ങൾ. അതിലെന്ത് സ്ട്രാറ്റജിയാണ് ഉണ്ടത്? അതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണ്? അതേപോലെ തന്നെയാണ് മറ്റു പടങ്ങളും ഈ പറഞ്ഞതുപോലെ ഈ മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷേ അങ്കമാലി ഡയറി എന്താ 7 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിംഗ് കൊണ്ട് മാത്രം ഒരു സിനിമയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? അത് അങ്കമാലി ഡയറീസ് കാണിച്ചതെന്ന് പറഞ്ഞാൽ എവരി മാൻ ഇസ് ആൻ ആക്ടർ എന്ന് പറഞ്ഞ് കാണിച്ചു എന്നുള്ളതാണ്. എല്ലാവർക്കും അത് എവിടെയാണ് ക്യാമറ വെക്കേണ്ടതെന്ന് മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എല്ലാവരും ആക്ടേഴ്സാണ്. അപ്പോൾ അത് ഡയറക്ടറിൻ്റെ കഴിവാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ 20 മുതൽ എന്ന് പറയുന്ന റിയലിസ്റ്റിക് പടമാണ്. അതിൽ ഒരുപാട് പുതുമുഖങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പം ഞാൻ അഭിനയിച്ച തീരത്തിലും ഒരുപാട് പുതുമുഖങ്ങൾ തന്നെയാണ്. പക്ഷേ അവരെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്തിരി സമയം എടുക്കും. ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടത്തിന് കിട്ടുന്ന ഒരു അട്രാക്ഷൻ ഒരിക്കലും ഈ ഒരു പടത്തിന് കിട്ടില്ല. അപ്പോൾ മറ്റ് മേഖലകളിലേക്ക്, അതായത് മാർക്കറ്റിങ്ങിൻ്റെ, പബ്ലിസിറ്റിയുടെ മേഖലയിലേക്ക് കടന്നെങ്കിൽ മാത്രമേ ജനങ്ങളെ എത്തിക്കാൻ സാധിക്കൂ. അപ്പോൾ ഇവിടെ തേനുണ്ടെന്ന് പറഞ്ഞാലല്ലേ തേനീച്ച എത്തുകയുള്ളൂ. അപ്പോൾ അത് തേനുണ്ടെന്നുള്ള അറിയിക്കണം. അപ്പോൾ അതാണ് ഉത്തരവാദിത്വം ഒരു പ്രൊഡ്യൂസറിൻ്റെ. അപ്പോൾ അത് ചിലപ്പോൾ ഇപ്പോൾ ഇതിനെ വളരെ ബഡ്ജറ്റഡ് ആയിട്ടുള്ളൊരു പടമാണ്. അപ്പോൾ അതിന് ശേഷം ചിലപ്പോൾ കുറച്ച് വീക്കറാവും ഈ പ്രൊഡ്യൂസർ. അപ്പോൾ യഥാർത്ഥത്തിൽ നിർമ്മാതാവ് അതാകുമ്പോൾ തന്നെയാണ് ഒരു മാതാവ്, ജന്മം നൽകുന്നവരാണ് ഈ നിർമ്മാതാവ് എന്ന് പറയുന്നത്. പക്ഷെ അതിനുശേഷം പാല് കൊടുത്തില്ലെങ്കിൽ കുഞ്ഞു വളരില്ല. അപ്പോൾ അതും കൂടി വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. ഈ രതീഷിൻ്റെ മകനാണ് അതിൽ നായകനായിട്ട്, ഇളയ മകനാണ്. അതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരനും സഹോദരിയും സിനിമയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും ഇളയ മകനാണ് നായകൻ. അദ്ദേഹത്തിൻ്റെ തുടക്കം ടിനിയെ സംബന്ധിച്ച്, ടിനി ഈ പറഞ്ഞതുപോലെ സിനിമയിൽ മുൻപരിചയമുള്ള ആളാണ്, സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളുടെ അയാളുടെ അഭിനയം, അയാളുടെ കഴിവുകൾ പെട്ടെന്ന് ഒരുപക്ഷെ ടിനിക്ക് അത് ബോധ്യപ്പെട്ട് കാണും. എങ്ങനെയായിരുന്നു രതീഷിൻ്റെ മകനെ സംബന്ധിച്ച് താങ്കളുടെ ഒരു അനുഭവം? അല്ലെങ്കിൽ എങ്ങനെയാണ് താങ്കൾ രതീഷിൻ്റെ മകനെ ആദ്യമായി ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു അതിൽ ആ പ്രകടനം അയാളുടെ? പ്രണവിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ലൗഡർ ആക്ടിങ്ങിൻ്റെ അല്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും, അഭിനയിക്കേണ്ട ആവശ്യമില്ല, അത് കറക്റ്റ് അതിലൂടെ സഞ്ചരിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ പ്രണവ് ആ ഒരു രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. വളരെ എന്ന് പറഞ്ഞാൽ ഒരാളെ അനുകരിക്കാതെ, ഇപ്പോൾ ആ പുതുമുഖങ്ങൾ വരുമ്പോൾ ആരെങ്കിലും അനുകരിക്കാൻ ഒരു ഷെയ്ഡ്സ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നുമില്ലാതെ ഡയറക്ടർ പറയുന്ന അറാഫത്തിൻ്റെ രീതിയിലൂടെ വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. എന്താണ് ഇയാളെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് അഭിനയിക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ അദ്ദേഹം അതുപോലെ തന്നെയാണെന്നാണ് ഞാൻ തോന്നുന്നത്. വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ആക്കിയത്. അതിനോടൊപ്പം തന്നെ അസ്കർ അലി എന്ന് പറഞ്ഞൊരു ആക്ടറും കൂടിയുണ്ട്, അജ്മൽ എന്ന് പറയുന്ന പ്രശസ്ത നടൻ്റെ അനിയനും കൂടിയുണ്ട്. മരിയ എന്ന് പറയും, മരിയ അസാധ്യമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അസ്കർ അലിയും വളരെ മനോഹരമായിട്ട് ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ ഇവരെന്താണെന്ന് അറിയണമെങ്കിൽ തിയേറ്ററിൽ വന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരിക്കലും ഈ സിനിമ കണ്ടിട്ട് കാശ് പോയിരുന്നു, അല്ലെങ്കിൽ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേറെ കാര്യത്തിലേക്ക് പോയാൽ, വേറെ ചിന്തയിലേക്ക് പോയാൽ ആ സിനിമ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ വേറെ ചിന്തയിലേക്ക് പോകാൻ സാധ്യതയില്ല. കാരണം അത്രയ്ക്ക് പാക്ഡായിട്ട് ഇത് എഡിറ്റ് ചെയ്തിട്ടുണ്ട് വിജയ് ശങ്കർ. എൻ്റെ ഇന്ത്യൻ റുപ്പി എന്ന ചിത്രം ഉൾപ്പെടെ എഡിറ്റ് ചെയ്തിട്ടുള്ള ഇതാണ്. അപ്പോൾ സംഗീതാത്മകമായിട്ടും ഇതൊരിക്കലും ഓഫ് ബീറ്റ് പടവുമില്ല. ചിലപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും പറഞ്ഞ് അങ്ങനെ തോന്നാം. പക്ഷേ ഇതൊരു കൊമേഴ്ഷ്യൽ പടം തന്നെയാണ്. എല്ലാ യൂത്തിനും അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള അത്യാവശ്യം തമാശകളും അത്യാവശ്യം കഥയും അത്യാവശ്യം സംഗീതവും എല്ലാം കൂടി കലർന്ന ചിത്രം തന്നെയാണ്. ടിനിയുടെ എന്താണ് ക്യാരക്ടറിനകത്തുള്ള? എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഷാഡോ പോലീസാണ്. യഥാർത്ഥത്തിലൊരു നെഗറ്റീവ് ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെടുന്നത് വളരെ ചുരുക്കം സിനിമകളിലാണ്. അതിൽ ഒന്നാം നിരയിൽ നിൽക്കുന്ന സിനിമകൾ തന്നെയാണ്. ഞാൻ അധികം സിനിമകളിൽ പ്രോമിനൻ്റ് ആയിട്ട് റോൾസ് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ തന്നെയും ഇതിൽ എനിക്ക് എൻ്റെ ക്യാരക്ടറിന് പേരില്ല. പക്ഷേ വളരെ മനോഹരമായിട്ട് എനിക്ക് സ്ക്രീനിൽ തോന്നി. എന്നെ കണ്ടില്ല ഇതിൽ. എന്നെ കണ്ടു കഴിഞ്ഞാൽ അത് ടിനി ടോം തന്നെ എന്നൊരു ഫീൽ ചെയ്യില്ല. അങ്ങനെ വളരെ ചുരുക്കം സിനിമകളുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സിനിമയാണിത്. അത് എനിക്ക് മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് കണ്ടിട്ട്
അതിന് നല്ല അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, ടിനി ഇപ്പം പറഞ്ഞതിന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം ടിനിയെപ്പോലെ ഉള്ള ഒരാളുടെ പക്കൽ നിന്നും ഇപ്പോൾ ജഗദീഷ് ശ്രീകുമാറിൻ്റെ പക്കൽ നിന്നും അല്ലെങ്കിൽ ഇന്നസെൻറ്റിൻ്റെ പക്കൽ നിന്നും നമുക്കൊരു മുൻധാരണയുണ്ട് അവർ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളത്. അവർ സ്ക്രീനിൽ വരുമ്പോൾ ഒരു പക്ഷേ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ടിനിയിൽ നിന്ന് ഒരു തമാശ മാത്രമായിരിക്കാം, കോമഡി മാത്രമായിരിക്കാം. അതല്ല ഈ സിനിമയിലേക്ക് ടിനി കൊടുക്കുന്നത്. അത് എത്രത്തോളം ബാധിക്കും? ഒരു പക്ഷേ ഒരു ഷാഡോ പോലീസിൻ്റെ കാര്യമാണ് ടിനി പറഞ്ഞത്, ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് പറഞ്ഞത്. ഈ ഒരു മുൻധാരണ പ്രേക്ഷകർക്ക് ഉണ്ടാവുകയും അത് പിന്നീട് തിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ടോ? ഈ പോലീസ് നെഗറ്റീവാന്ന് പറഞ്ഞത് ഒരിക്കലും നമ്മുടെ കേരള പോലീസിനെ സംബന്ധിച്ചല്ല കേട്ടോ. ഈ ക്യാരക്ടർ അങ്ങനെ മാത്രമേ ഉള്ളൂ. കേരള പോലീസ് ഏറ്റവും ബെസ്റ്റ് പോലീസ് ഇന്ത്യയിലല്ല ലോകത്ത് തന്നെ എനിക്ക് പറയാൻ പറ്റും. രാഷ്ട്രീയ ഇടപെടലില്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പോലീസാണ്, തെളിയിക്കാൻ കഴിയുന്ന പോലീസാണ്. പക്ഷെ എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പ്രണയത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നെഗറ്റീവ് ആവുന്നത്. പക്ഷേ ആ പ്രണയത്തിൽ സത്യസന്ധതയുണ്ട്. ഒരു പുതിയ ട്രീറ്റ്മെൻ്റ് ആണ്. കാരണം വില്ലനും പ്രണയമുണ്ട്, നായകനും പ്രണയമുണ്ട്, ഇതിലെല്ലാത്തിലും പ്രണയം കിടപ്പുന്നുണ്ട്. അയാൾ വില്ലനാണെങ്കിൽ പോലും പ്രണയത്തിൽ അയാൾ സത്യസന്ധനാണ്. സത്യസന്ധനാണ്. പക്ഷെ ആ പ്രണയം സാധിക്കാൻ വേണ്ടി ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം കടക്കേണ്ടി വരും. പക്ഷേ ഇപ്പുറത്തെ ഒരു സൈഡിൽ അദ്ദേഹത്തിൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവരവൻ്റെ കല്ലിലാണ് ഉറച്ചു നോക്കുന്നത്. അപ്പോൾ ഇയാൾ സ്വന്തം കല്ലിൽ ഉറച്ചു നോക്കുമ്പോൾ ഇയാൾ നേരിൻ്റെ ഭാഗത്താണ്, അയാൾക്ക് ഇഷ്ടമുള്ളത് പോലീസിങ് ആണ്, ഇഷ്ടമുള്ള ഹോബി അതാണ് എന്ന് എല്ലാം പറയുന്നുണ്ട് എൻ്റെ അത്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു പുതിയ ഒരു എക്സൈറ്റ്മെൻറ്റ് നൽകുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് ഞാനിത് ഏറ്റെടുത്തതും എൻ്റെ ബഡ്ജറ്റിൽ ഞാൻ നിന്നതും. ആ കഷ്ടപ്പാടിനോടൊപ്പം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അതിൻ്റെ ടെക്നീഷ്യൻസ്. കാരണം ഒരുപാട് ലൈറ്റ്സോ ഒരുപാട് ലക്ഷറിയൊന്നും ഇല്ലാതെ ഷൂട്ട് ചെയ്ത പടമാണ്. പക്ഷേ എനിക്കൊന്ന് ക്രിട്ടിക്കലി നല്ല അക്ലൈംഡ് ആണ്, യാതൊരു സംശയമില്ല. ടെക്നിക്കലി അറിയാവുന്ന ആൾക്കാർ കണ്ടിട്ട് വളരെയധികം ആശംസ അറിയിച്ചൊരു പടം. ആലപ്പുഴ നഗരജീവിതത്തിൻ്റെ കഥയാണ് പറയുന്നത് ചിത്രം. സാധാരണ ആലപ്പുഴ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു മെട്രോ സിറ്റി അല്ല, നമ്മുടെ കൊച്ചി പോലുള്ളൊരു മെട്രോ സിറ്റി ഒന്നുമല്ല. ആലപ്പുഴ ഒരു സാധാരണ വളരെ ചെറിയൊരു സിറ്റിയാണ്. അവിടുത്തെ ഒരു രാത്രി ജീവിതം, സാധാരണ ഈ നൈറ്റ് ലൈഫിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ചിന്ത മെട്രോയിലേക്കാണ് വരുന്നത്, മെട്രോ സിറ്റിയിലേക്ക്. അവിടുത്തെ രാത്രി ജീവിതം, പബ്ബ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാറുകൾ, അവിടുത്തെ കൊട്ടേഷൻസ്, ഇതൊക്കെയാണ് സാധാരണ എല്ലാ ഭാഷകളിലും ഇറങ്ങിയിട്ടുള്ള നൈറ്റ് ലൈഫിൻ്റെ ഒരു നേർചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊച്ചി പോലുള്ളൊരു മെട്രോയെ മാറ്റി എന്തുകൊണ്ടാണ് ആലപ്പുഴ പോലൊരു ചെറിയ നഗരത്തിലേക്ക് ഇത്തരമൊരു പ്രമേയം കേന്ദ്രീകരിക്കാൻ കാരണം? അത് സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാവില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. അതിനെ കേന്ദ്രീകരിച്ച ഒരു കാരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആലപ്പുഴ വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മുടെ അതിന് സാധ്യത ഒരു പക്ഷേ ആരും മലയാള സിനിമയിൽ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ കേരളത്തിൽ പുറത്തുനിന്ന് വന്നവർ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അവിടുത്തെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഈ അമേരിക്കയിൽ നൈറ്റ് ലൈഫ് ഉണ്ട്, കേരളത്തിൽ നൈറ്റ് ലൈഫ് ഉണ്ട്, കൊച്ചു ഗ്രാമങ്ങളിലും നൈറ്റ് ലൈഫ് ഉണ്ട്. അതെന്താണെന്ന് നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. അപ്പോൾ ആലപ്പുഴയ്ക്ക് ഒരു നൈറ്റ് ലൈഫ് ഉണ്ട്. അത് എന്താണെന്നുള്ള സിനിമ ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പിന്നെ ആലപ്പുഴയെക്കുറിച്ചൊരു പാട്ടുമുണ്ട് ഇതിൽ. ആലപ്പുഴയിൽ ഒരുപാട് പാലങ്ങളുണ്ട്. ശരിക്കും ഹിസ്റ്റോറിക്കലി വളരെ പ്രശസ്തിയുള്ളൊരു സ്ഥലം തന്നെയാണ് ആലപ്പുഴ. പക്ഷേ ഇതൊന്നുമല്ല. ഈ കഥ എന്ന് പറയുന്നത് പ്രണയത്തിലേക്ക് വരികയും അതിൽ ചുരുങ്ങുന്ന ഒരു സംഭവം തന്നെയാണിത്. അല്ലാതെ ഇതിൻ്റെ ഒരു ചരിത്രം പറയാനോ ഇതൊന്നും പോയിട്ടില്ല. ഇനി പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു പാട്ട് വളരെ ഹിറ്റായിട്ടുണ്ട്. ഒരുപാട് ലക്ഷക്കണക്കിന് പേർ അത് കണ്ടിട്ടുണ്ട്, ആലപ്പുഴയെ സംബന്ധിച്ചുള്ള പാട്ട്. അപ്പോൾ ഏതായാലും തീരത്തിലെ ഒരു പാട്ട് ഇപ്പോൾ കാണാം.
ഇനി മലയാള സിനിമയുടെ വ്യാകരണം ഓരോ ദിവസം കഴിയുമ്പോഴും മാറുകയാണ്. പണ്ട് നമ്മുടെ ഒരു യാഥാസ്ഥിക സിനിമാ സങ്കല്പമൊക്കെ കീഴ്മിലും മാറുകയാണ്. ഇപ്പോൾ പഴയ തലമുറ പറയുന്നത് ന്യൂ ജനറേഷൻ, അങ്ങനെ ഒരു ജനറേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയപ്പെടുന്ന ഈ പുതിയ സിനിമാക്കാർ എന്തെല്ലാമാണോ ഇതിൻ്റെ നിയമങ്ങൾ അതിനെയൊക്കെ പൊളിച്ചെഴുതുകയാണ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണം ഒരു ചില സിനിമകളൊക്കെ വളരെ റോയാണ്, ചിലപ്പോൾ തിരക്കഥ പോലും വേണ്ടി വരുന്നില്ല. രാജീവ് രവിയൊക്കെ പറയുന്നത് തിരക്കഥ പോലും വേണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ അനയും റസൂലും സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ കൊച്ചിയുടെ മണം പോലും ഫീൽ ചെയ്യും. ഫോർട്ട് കൊച്ചി, കൊച്ചിയുടെ കായൽ, കൊച്ചി ഒരു തവണ വന്ന ഒരാൾക്ക് പോലും അതിൻ്റെ പശ്ചാത്തലം വളരെ ഗംഭീരമായി, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ഈ സിനിമകളിലും ഈ തീരം എന്ന സിനിമയിലും ആലപ്പുഴയുടെ അതായത് ആലപ്പുഴയാണ് അതിൻ്റെ ഒരു പ്രധാന കഥാപാത്രമായി നിൽക്കുന്നത്. കഥാപാത്രം ഉണ്ടെങ്കിലും അതിൻ്റെ പശ്ചാത്തലം ഈ പറഞ്ഞ പോലെ ആലപ്പുഴയെ കണ്ടവർക്ക് കൃത്യമായി ആലപ്പുഴയുടെ ഗന്ധവും ആലപ്പുഴയുടെ കൾച്ചറും ആലപ്പുഴയുടെ സ്വഭാവങ്ങളും ഒക്കെ അറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടികളും അതിൻ്റെ ചെറിയ ചെറിയ പാലങ്ങളും നെൽവയലുകളും ഒക്കെ ആലപ്പുഴ അതിനകത്തൊരു പ്രധാന ഘടകമായി കയറി വരുന്നുണ്ട് അല്ലേ? അല്ല, ന്യൂ ജെൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഒരിടക്ക് ഫോറിൻ ഫിലിംസിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഈ ഇൻസ്പിറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്ത്. പക്ഷെ അത് മാറിയിട്ട് വീണ്ടും പച്ചയായ ജീവിതത്തിലേക്ക് തന്നെയാണ് വരുന്നത്. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പോൾ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞൊരു സിനിമ വിജയിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അതൊരു സാധാരണ മലയാളിത്തമുള്ളൊരു സിനിമ, എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ അത് തന്നെയാണ് ജനങ്ങൾക്ക് ഇഷ്ടം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ ഇറ്റാലിയൻ ഫുഡ്, ഫ്രഞ്ച് ഫുഡ് എന്നൊക്കെ എഴുതും. ലാസ്റ്റ് ഊണ് തയ്യാറെന്ന് എഴുതി നോക്കുമ്പോഴാണ് ആള് വീണ്ടും തിരിച്ചെത്തുന്നത്. നാടൻ ഊണെന്ന് എഴുതും. നാടൻ ഊണ്. ഊണിനകത്ത് ഫോറിനുണ്ടെന്നുള്ള കാര്യം വേറെ പ്രശ്നം. അല്ല, ഇപ്പോഴും നാടൻ എന്നുള്ളൊരു സംഭവം. ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ പോലും തട്ടിയിടാന്ന് നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് ജനങ്ങൾ എത്തുന്നതിൻ്റെ കാരണം നമ്മുടെ ഗന്ധം, നമ്മുടെ ഇതും എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണലി ഇഷ്ടമുള്ള സംഭവം തന്നെയാണ്. യാതൊരു സംശയമില്ല. ഫോറിനേഴ്സ് വരെ വന്നിട്ട് നമ്മുടെ മസാല ദോശനെ ഏറ്റവും ബെസ്റ്റ് ഫുഡായിട്ട് ഒരെണ്ണം മസാല ദോശനെ തിരഞ്ഞെടുത്തിരിക്കുക. അപ്പോൾ ഇപ്പോൾ കറങ്ങിത്തിരിഞ്ഞ് ലാസ്റ്റ് ഇപ്പോൾ ഈ ഫോറിൻ ഫിലിംസിൻ്റെ ഒക്കെ ഇൻസ്പിറേഷനൊക്കെ കിട്ടിയെങ്കിൽ തിരിച്ചെത്തുന്നത് നമ്മുടെ മലയാളത്തിലേക്ക് തന്നെയാണ്. അതിനകത്തൊരു ഇക്വേഷൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ എല്ലാ രംഗത്തും, വ്യവസായ രംഗത്തായ പോലും അല്ലെങ്കിൽ എല്ലാ രംഗത്തും പറയുന്ന ഒരു പുതിയൊരു ഇക്വേഷൻ ഇൻ്റർനാഷണലി ചിന്തിക്കുക, ലോക്കലായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഇമോഷൻസും നമ്മുടെ കാര്യങ്ങളും ഒരുപക്ഷെ വിദേശത്തുള്ള ഒരാൾക്ക് പോലും മനസ്സിലാകും എങ്ങനെയാണ് കേരളത്തിലെ കൾച്ചർ. അല്ലെങ്കിൽ സ്ഥായിയായ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഈ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടർ, ഇപ്പോൾ ടിനി ടോം തീരത്തിൽ അഭിനയിച്ച നെഗറ്റീവ്, അത് ലോകത്തെല്ലായിടത്തും മനസ്സിലാകുന്ന ഒരു വികാരമാണ്, അല്ലെങ്കിൽ അയാളെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം ചില സിനിമകൾ വളരെ ജീവിതത്തോട് വളരെ അധികം ഒട്ടിനിൽക്കുന്ന സിനിമകൾ, വളരെ റോ ആയിട്ടുള്ള സിനിമകൾ, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. വ്യാകരണം എന്ന് ഉദ്ദേശിച്ചതാണ്. വ്യാകരണത്തെ മാറ്റിക്കൊണ്ട് ഒരു വളരെ റോ ആയിട്ടുള്ളൊരു സിനിമയുടെ പാറ്റേൺ പുതിയ ആൾക്കാർ കൊണ്ടുവരുന്നു. അത് എത്രത്തോളം ഈ തീരത്തിലുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഈ സിനിമ എപ്പോഴും ഒരു എൻ്റർടൈനർ തന്നെ ആയിരിക്കണം. അപ്പോൾ എപ്പോഴും റിയലിസ്റ്റിക് സിനിമകളിലേക്ക് തന്നെ ജനങ്ങൾ പോകുന്നില്ല. പക്ഷേ പാട്ടും ഡാൻസൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ പല ടേസ്റ്റിലുള്ള ഭക്ഷണം ഉള്ളതുപോലെ തന്നെ പല ടേസ്റ്റിലുള്ള സിനിമകൾ ഇറങ്ങും. പിന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ എത്ര ചിത്രീകരിച്ചാലും തീരാത്ത ഭംഗിയുണ്ട്. ഞാനിപ്പോൾ ലോകം ക്യാമറ വെച്ചാലും കേരളം ഭംഗിയുള്ളതാണെന്ന് പറഞ്ഞു. അതെ, ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്, ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, ഇപ്പോൾ ഈ ഡൽഹിയിലെ ഗ്രാമങ്ങളിലേക്കോ അല്ലെങ്കിൽ രാജസ്ഥാനിലെ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ ഭയങ്കര ഡ്രൈ ആണ്, അവിടെ ദാരിദ്ര്യവും ഇതൊക്കെയാണ്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ പാലയിലേക്കോ തൊടുപുഴയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മുഴുവൻ ഓട്ടോറിക്ഷ ഡ്രൈവറിൻ്റെ പോക്കറ്റിൽ ഒരു 500 രൂപയെങ്കിലും ഉണ്ടാവും. കേരളം മുഴുവൻ സിറ്റിയാണെന്നാണ് കൺസെപ്റ്റ്. അതാണ്. അപ്പോൾ അവിടെ എല്ലായിടത്തും എല്ലാം ലഭ്യമാണ്. പക്ഷേ ഭംഗി കൂടിയാണ് വരുന്നത് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ. ഇപ്പോൾ തൊടുപുഴ പോലുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും പിക്ചറൈസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട് അവിടെ പിക്ചറൈസ്. അപ്പോൾ ഒരിക്കലും കേരളത്തിനെ എക്സ്പ്ലോർ ചെയ്ത് തീരില്ല. പിന്നെ അവിടെ ജീവിതങ്ങളും അത് അന്വേഷിച്ചല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരുപാട് ഗ്രാമീണ സബ്ജക്റ്റ് ഉണ്ട്, എല്ലാം വയലൻസിലേക്കാണ് ചെല്ലുന്നത്. ഇവിടെ മനോഹരമായ പ്രണയങ്ങൾ പറയാനും രാഷ്ട്രീയ പാരമ്പര്യങ്ങൾ പറയാനും ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട്. ഈ പശ്ചാത്തലം എത്രത്തോളം ഈ കഥാപാത്രങ്ങൾ നീതി പുലർത്തുന്നുണ്ട്, ആലപ്പുഴയുടെ ആ പശ്ചാത്തലം? ആലപ്പുഴയിൽ ഇപ്പോൾ ആലപ്പുഴയിലുള്ള പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പോലെയാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്യാരക്ടറിന് വേണ്ടി മാത്രമാണ് അങ്ങനെ മാറ്റിയിരിക്കുന്നത്. ആലപ്പുഴ മൊത്തം എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ സൈഡും പിക്ചറൈസ് ചെയ്യാൻ സാധിച്ചു. എങ്കിലും ഇനിയും കായലും കുറേ സംഭവങ്ങളൊക്കെ ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പക്ഷേ ഈ ഭംഗി മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, കഥ വേണ്ടേ? ഇപ്പോൾ ഈ കുറേ നല്ല പച്ചപ്പും കായലൊക്കെ എടുത്തുകൊണ്ട് കാര്യമില്ല. പക്ഷേ അതിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ നല്ലൊരു കഥ വരുമ്പോഴാണ് സിനിമയായി തീരുന്നത്. ഇപ്പോൾ വീട് പണിയുമ്പോൾ പുറത്തുനിന്ന് നല്ല ഭംഗിയും ഉള്ളിൽ ചെല്ലുമ്പോൾ മുറിവുള്ളൂല്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ്, കടന്നു ചെല്ലുമ്പോഴാണ് നല്ല ഭംഗിയുള്ള മുറി.